നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നുള്ള ഷോക്കേറ്റ് 10ാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതി റിമാൻഡിൽ. വഴിക്കടവ് സ്വദേശി വിനീഷിനെ ഈ മാസം 21 വരെയാണ് മലപ്പുറം കോടതി റിമാൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ആണ് നമുക്കൊപ്പം ചേരുന്നത്. ബിനിൽ, ഇപ്പോൾ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് പ്രതിയെ. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നോ ഈ പ്രതിക്കായി? അപേക്ഷ നാളെ സമർപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ആണ് മലപ്പുറം കോടതിയിലാണ് ഹാജരാക്കിയത്. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി. അപ്പോഴാണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടിട്ടുള്ളത്. ഇതിന് ശേഷമാകും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെടാനാണ് സാധ്യത. പോലീസുമായി സംസാരിക്കുമ്പോൾ അത്തരത്തിലാണ് അവർ പറയുന്നത്. മാത്രമല്ല, തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശം ഒരു വനമേഖലയോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ്. നടന്നൊക്കെ പോകേണ്ട, കൃത്യമായ വാഹനം ഓടിക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വൻ പോലീസ് സന്നാഹത്തോടു കൂടി ആയിരിക്കണം ഈ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത. എന്തായാലും ഇക്കാര്യത്തിൽ ഈ നേരത്തെയും ഇയാൾ ഇങ്ങനെ കെണിവെച്ച് വന്യമൃഗങ്ങളെ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത് ഇയാൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സഹായികൾ ഇയാൾക്കുണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ഫോൺ സംബന്ധിച്ച് ഫോൺ രേഖകൾ, ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അത്തരം അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. ബിനിൽ.